പ്രിയ വിദ്യാർത്ഥികളെ, 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇന്ന് കഴിഞ്ഞത്. അതിൻ്റെ ഒരു ക്വിക്ക് അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് സമയത്തിന്റെ ഒരു പരിമിതി കാരണം ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം PSC ചോദ്യപേപ്പർ നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ചില സൂചനകൾ, പാഠങ്ങൾ അതൊന്ന് ഉൾക്കൊള്ളാം. ഇത് മനസ്സിൽ വെച്ച് തന്നെ ഇനിയുള്ള PSC പരീക്ഷകൾ നിങ്ങൾ തയ്യാറെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ പരിശീലിച്ച് നോക്കുക. ഇന്ന് നടന്നതുപോലെയുള്ള പരീക്ഷകൾക്ക് നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ അവിടെ കിട്ടുന്നതാണ് കേട്ടോ. ഡെയിലി രാവിലെ അവിടെ പോളിലാണ് മോക്ക് ടെസ്റ്റ് കിട്ടാറുള്ളത്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ തരുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശ്രദ്ധിക്കുക, പ്രിലിംസിന്റെ സിലബസിന് വലിയ പ്രസക്തി ഇല്ല. ബിക്കോസ് ഈ പരീക്ഷയിൽ വന്ന അല്ലെങ്കിൽ മുൻപുള്ള ഘട്ടങ്ങളിലാണെങ്കിലും പല ചോദ്യങ്ങളും, ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ മെയിൻസ് സിലബസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. PS ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പണ്ടൊക്കെ ചുമ്മാ പോയി പ്രിലിംസിന് 90 100 ഒക്കെ അടിക്കാൻ പറ്റുമായിരുന്നു. ഇനി വേണ്ട. മെയിൻസ് പരീക്ഷയ്ക്കും കൂടെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രിലിംസ് എന്താ പറയാ, അതിൽ ഹൈ സ്കോർ ചെയ്താൽ മതി എന്നാണ് PSCയുടെ ഉദ്ദേശം. നല്ലൊരു കാര്യം മെയിൻസിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി അപ്പൊ ഓട്ടോമാറ്റിക്കായി പ്രിലിംസ് പാസ്സായിക്കോളും. കാര്യം സീരിയസ് ആയി പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യും? മെയിൻസിന് തന്നെ തയ്യാറെടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായി പ്രിലിംസ് പാസ്സാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയാണെങ്കിലും ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും മെയിൻസ് നിലവാരത്തിൽ നിന്ന് പഠിക്കുക. ഈ ഒരു ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രിലിംസ് സിലബസിൽ ഇതില്ല. ഇപ്പൊ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളുണ്ട്. സാധാരണഗതിയിൽ ഈ ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകളിലാണ് വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം 10th ലെവൽ പ്രിലിംസിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് നമുക്കൊരു ക്ലാസ് ചെയ്യാം കേട്ടോ. ഒരു ലൈവ് ക്ലാസ് തന്നെ ടെലിഗ്രാം വഴി ചെയ്യാം. ഇത് മറ്റൊരു സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. PSCയുടെ നോട്ടം എന്താ? ഡിഗ്രി ലെവലിൽ സിവിൽ സർവീസ് കുട്ടികൾക്ക് ഒരു മുൻകൈ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. 10th plus 2 പരീക്ഷകളിൽ ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു മുൻകൈ കിട്ടുന്നു. മുൻകൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലൈറ്റ് ആയിട്ട് ചില സബ്ജക്റ്റുകളിൽ മാത്രമുള്ള മുൻകൈയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി 10th ക്ലാസ് അല്ലെങ്കിൽ +2 പരീക്ഷകൾ ചുമ്മാ പോയി അങ്ങ് എഴുതി പാസ്സാകാം എന്നുള്ള ലാഘവം വേണ്ട. ഗൗരവമായി തന്നെ പരീക്ഷ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾ സീരിയസ് ആയി കഷ്ടപ്പെട്ട് ഒരു 6-7 മാസം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സെൽഫ് സ്റ്റഡി നടത്തിയാൽ പോലും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ PSC പരീക്ഷ. പക്ഷേ ആ സീരിയസ്നെസ്സും ഡെഡിക്കേഷനും PSC നിങ്ങളുടെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ പ്രിലിംസിൽ ചോദിച്ച ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യമാണ്. അതുകൊണ്ട് എന്തായാലും കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. നിങ്ങളുടെ ഡിഗ്രി നിലവാരത്തിൽ തന്നെ എല്ലാ പരീക്ഷകൾക്കും പഠിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഒരു വെടിക്ക് 3-4 പക്ഷികളെ കിട്ടും. ആ നിലവാരത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവുന്നത്. ഇപ്പൊ ഞങ്ങളുടെ 10th plus 2 ലെവൽ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ മലയാളത്തിലാണ് ക്ലാസ് നോട്ട്സ് എങ്കിൽ പോലും ഡിഗ്രി നിലവാരത്തിൽ ഡിഗ്രി ബുക്കുകൾ വെച്ചാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഗുണം ഡിഗ്രി പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ഓട്ടോമാറ്റിക് 10th plus 2 പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ പരീക്ഷകളെ അപ്രോച്ച് ചെയ്യുക. ബെസ്റ്റ് എക്സാമ്പിളാണ് എക്കണോമിക്സ് എന്നൊരു ചോദ്യം. കാര്യം ധനനയമുണ്ട്, പണനയമുണ്ട്, അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഒരെണ്ണം RBI കൊണ്ടുവരുന്നതാണ്, ഗവൺമെന്റ് കൊണ്ടുവരുന്നതാണ്. ആ ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ പഠിച്ചു വെക്കുക. ഇതൊക്കെ SCERT എന്നുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇവിടെയുള്ള സിവിൽ സർവീസ് പരീക്ഷകളുടെ സ്വാധീനം അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രാധാന്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. സിവിൽ സർവീസ് നിലവാരത്തിൽ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നാണ് എല്ലാവരുടെ വിചാരം. അങ്ങനെ അല്ല. സിവിൽ സർവീസസിനാണെങ്കിൽ പോലും ചോദ്യങ്ങൾ വരുന്നത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERTകളിൽ നിന്നാണ്. ആ NCERT +1 +2 സ്റ്റേറ്റിലും CBSEയിലും ഒക്കെ സെയിം ആണ് NCERTs അല്ലെ. 10 വരെയുള്ള ടെക്സ്റ്റുകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും സിമിലർ ആണ്. അതൊരു UPSC നിലവാരത്തിൽ പഠിക്കുക എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ പഠിക്കുക, കുറച്ച് ഉയർന്ന നിലവാരത്തിൽ പഠിക്കുക. ചോദ്യം ഉത്തരം ആ പഠനമല്ല നമുക്ക് വേണ്ടത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് വേണ്ടത്. നമ്മൾ ധാരാളം ചോദ്യങ്ങൾ സിവിൽ സർവീസസ് ഡയറക്ട്ലി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ട്രെൻഡ് കുറയുന്നുണ്ടെങ്കിലും UPSCയുടെ സ്വാധീനം പഴയതിനേക്കാൾ ശക്തമായിട്ട് വരികയാണ്. ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമല്ലാത്ത എന്നാണ് ചോദ്യം. ഗാന്ധിജിയും ഇർവിനും ഒരു ഉടമ്പടി ഒപ്പിടുന്നുണ്ട്. എന്തിനാ? വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ വേണ്ടി ഇർവിൻ ഗാന്ധിജിയെ പോയി സോപ്പിട്ട് അവരൊരു ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഉടമ്പടിയാണ്. കാര്യം ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്ന ഈ സമയത്താണ് ഏകദേശം.
അപ്പൊ ഈ ഉടമ്പടിയിൽ ഗാന്ധിജി ഭഗത് സിംഗിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള വലിയ ആക്ഷേപം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഗാന്ധിജി ഭഗത് സിംഗിന് വേണ്ടി വാദിച്ചിരുന്നു, പക്ഷെ ബ്രിട്ടീഷുകാർ ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കാര്യമാണ്, ജയിലിൽ കിടക്കുന്ന രാഷ്ട്രീയ തടവുകാരെ ഞങ്ങൾ മോചിപ്പിക്കാം, പക്ഷെ കൊലപാതകം ചെയ്ത തടവുകാരെ മോചിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ സമയത്ത് ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് പല തടവുകാരും പുറത്തിറങ്ങുന്നുണ്ട്, പക്ഷെ ഭഗത് സിംഗ് മാത്രം പുറത്തിറങ്ങുന്നത്. ഭഗത് സിംഗിനെ കൂടുള്ള ആ കോൺസ്പിറസി കേസിലുള്ള ആരും പുറത്തിറങ്ങുന്നില്ല. ബിക്കോസ് ഒരു രാഷ്ട്രീയ തടവുകാരല്ലായിരുന്നു, കൊലക്കുറ്റം ചെയ്ത ആൾക്കാരായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെയാണ് പ്രസക്തമാകുന്നത്. 2020 സിവിൽ സർവീസ് പ്രിലിംസിലും ഇതേ ചോദ്യം അടങ്ങുന്നുണ്ട്, ഗാന്ധി ഇർവിൻ പാക്ടിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ. റിലീസ് ഓഫ് ഓൺലി ദോസ് പ്രിസണേഴ്സ് ഹൂ വെയർ നോട്ട് ചാർജ്ഡ് ഓൺ വയലൻസ്. അതായത് രാഷ്ട്രീയ പ്രിസണേഴ്സ്, പൊളിറ്റിക്കൽ പ്രിസണേഴ്സും ഉണ്ട്, അല്ലെങ്കിൽ കളവ് നടത്തിയ ആൾക്കാരെയും പ്രിസണേഴ്സ് ആയിട്ട് വെക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ തടവുകാരും ഉണ്ട്, പല ടൈപ്പ് തടവുകാരുണ്ട് അല്ലെ. ഇവനും പറഞ്ഞതാ, ഓക്കെ ഗാന്ധിജി പറഞ്ഞാൽ ഞങ്ങൾ തടവുകാരെ മോചിപ്പിക്കാം, പക്ഷേ വയലൻസ് കാണിക്കാത്ത തടവുകാരെ മാത്രമേ മോചിപ്പിക്കുള്ളൂ, അതാണ് രാഷ്ട്രീയ തടവുകാരെ മാത്രമേ മോചിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വയലൻസ് നടത്തിയ ആൾക്കാരെ മോചിപ്പിക്കില്ല, അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവായി പഠിക്കുമ്പോഴാണ് നമ്മൾ തലച്ചോറിലിരിക്കുക. നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെ കാണാതെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ പഠിക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് SCERT ടെക്സ്റ്റിൽ എടുത്ത് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട സൂചന ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രസക്തി. ഇത് നോക്കി, ഒരു 4 സ്റ്റേറ്റ്മെന്റ്, അത് ഭീകര ചോദ്യമാണെന്നൊക്കെ തോന്നും, പക്ഷേ ഈസിയാണ്. ഇതൊക്കെ വളരെ ഈസിയാണ് ഈ ചോദ്യം. ഞാൻ പഠിപ്പിച്ചു തന്ന എലിമിനേഷൻ ടെക്നിക്സ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്തും. പക്ഷെ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയാൽ PP എന്ന് പറയും, പഠിച്ചില്ലെങ്കിൽ പൊട്ടും. പക്ഷെ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്താനും പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം, പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ആണല്ലേ, വെസ്റ്റ്, പടിഞ്ഞാറ്. സൂര്യൻ, കാര്യം ഞായർ എന്ന് പറയുന്നത് സൂര്യനാണല്ലോ, സൂര്യൻ പടിയുന്ന സ്ഥലം, അസ്തമിക്കുന്ന സ്ഥലം, അത് വെസ്റ്റ് ആണ്. അതെന്തായാലും ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലല്ലല്ലോ സ്ഥിതി ചെയ്യുന്നത്, അത് ഈസ്റ്റ് അല്ലേ. വെസ്റ്റിൽ അറബിക്കടൽ, പശ്ചിമഘട്ടം അല്ലേ വെസ്റ്റിലുള്ളത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തേ. ഓപ്ഷൻ സിയിലേക്ക് എത്താൻ സാധിക്കും, പെട്ടെന്ന് ഓപ്ഷൻ സിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പം ഇങ്ങനെ തല പുകഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇറങ്ങി ഓടരുത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിനെ കാട്ടി എളുപ്പം, ബിക്കോസ് പല ക്ലൂ അതിനകത്ത് ചോദ്യകർത്താവ് ഒളിപ്പിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ രീതി വേണം തയ്യാറെടുക്കാൻ. ഇതാണ് മറ്റൊരു ചോദ്യം, നിങ്ങൾ നോക്കിയേ. ചുവടെ പറയുന്നവർ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന ചോദ്യം അല്ലെ. ഇതൊരു ഉത്തരം എന്തരും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞേ, എന്തൊരു ഒരു ഉത്തരം. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിക്കാൻ റെഡി ആവുക. വളരെ എളുപ്പമാണ് ഇപ്പോഴുള്ള പാറ്റേൺ. ഇപ്പൊ ആത്മാർത്ഥമായി PSCക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി PSC തരും. കുറച്ച് കാലതാമസം വന്നേക്കാം, ചില ആൾക്കാർക്ക് നേരത്തെ കിട്ടിയേക്കാം. പക്ഷെ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയും. സ്ഥിരത വേണം, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഒന്ന് പഠിക്കണം. ചെറിയ ചെറിയ തോൽവികളിൽ പതറരുത്, ഫോക്കസ് ചെയ്ത് തന്നെ പോവാട്ടോ. അപ്പൊ ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പല അഫോർഡബിൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാനും പിന്നീട് CPO അല്ലെങ്കിൽ ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകളുടെ ഒക്കെ അഫോർഡബിൾ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. ഫീസ് കണ്ടിട്ട് നിങ്ങൾ ആരും കോഴ്സിന്റെ വിലയിരുത്തേണ്ട, ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അതല്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി എന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ ഇതുപോലെ സ്ട്രാറ്റജി വീഡിയോസ് ധാരാളം യൂട്യൂബ് വഴി തരും. നിങ്ങൾക്ക് അതല്ല ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക, ഉഴപ്പരുത്. ഓൾ ദി ബെസ്റ്റ്.